വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ പണത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഏതൊരു പുസ്തകം നമ്മളെടുത്ത് വായിച്ചു നോക്കിയാലും ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക, നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു പുസ്തകത്തിൽ പണത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. ലോകത്തിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള പണത്തെപ്പറ്റി സംസാരിക്കുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നാണ് എന്നറിയപ്പെട്ടിട്ട് പോലും ഈ പുസ്തകത്തിൽ പണത്തെപ്പറ്റിയേ അല്ല സംസാരിക്കുന്നത്. മോർഗൻ ഹൗസൽ എഴുതിയ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് മനുഷ്യരെ പറ്റിയാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകൾ പോലും പണത്തിന്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് എന്നാണ് ത്രൂ ഔട്ട് ഈ പുസ്തകത്തിൽ മോർഗൻ ഹൗസൽ പറയുന്നത്. എന്റെ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ പണത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള തോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ച 6 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺസ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാം. മേ ബി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും പണത്തെ പറ്റിയുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് ചിന്താഗതി ഫ്ലിപ്പ് ചെയ്തു എന്ന് വരാം. അപ്പൊ ലെസൺ നമ്പർ 1, എവ്രിവൺ ഹാസ് എ സ്റ്റോറി. മിക്ക സമയത്തും നമ്മൾ മനുഷ്യർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ആരും പണത്തെ പറ്റിയുള്ള കാര്യത്തിൽ മണ്ടന്മാരല്ല. നമ്മൾ ആരുടെ കാര്യം എടുത്താലും അവര് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നത് അവർക്ക് ആ കാര്യത്തിൽ സെൻസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് മണ്ടത്തരമായിട്ട് തോന്നിയേക്കാം. നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, അവർക്ക് സാലറി കിട്ടുന്ന 1 രൂപ പോലും അവർ ഒന്നിനും ചെലവാക്കില്ല, എല്ലാം അവർ സേവ് ചെയ്ത് വെക്കും. ചിലപ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, എന്തിനാണ് ഇതിലാണ് കൂട്ടി വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് ആസ്വദിച്ച് ജീവിച്ചു കൂടെ എന്ന്. പക്ഷെ നമുക്കറിയില്ല ആ ആള് ജീവിച്ചു വളർന്ന ചുറ്റുപാട് വളരെ മോശമായിരിക്കാം. ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്നായിരിക്കും പാരന്റ്സ് ആ ഒരാളെ വളർത്തിയെടുത്തോണ്ട് വന്നത്. ഇനി ഇതൊന്നും അല്ല, വേറൊരാൾ കണ്ടേക്കാം, അവരുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ പണവും അവർ ട്രിപ്പ് നടത്തിയും വെക്കേഷന് പോയും തീർക്കുന്ന ഒരാളുണ്ടായിരിക്കാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ റെക്ലെസ് ആയിട്ട് ഈ പണം എല്ലാം ചെലവാക്കി തീർക്കുന്നത് എന്ന് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, വളരെ അൺസർട്ടൺ ആണ്, പിന്നെ നമ്മൾ എന്തിനാണ് ഈ പണം എല്ലാം സൂക്ഷിച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് പണവുമായിട്ടുള്ള ഡിസിഷൻസ് മിക്കപ്പോഴും ലോജിക്കൽ അല്ല, ഇമോഷണൽ ആണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഫിനാൻഷ്യൽ പെയിനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അതേസമയം നമ്മുടെ തുടക്കകാലത്ത് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പണം ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാവും. ഇപ്പൊ മോർഗൻ ഹൗസൽ പറയുന്നത്, നമ്മൾ മറ്റുള്ള ആളുകളെ നോക്കി ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കരുത്, അവര് ചെയ്യുന്നത് കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. അയാൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാനോ അതല്ലെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ജഡ്ജ് ചെയ്യാനോ നിൽക്കാതെ നമ്മൾ എന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ഗെയിമിന് ചേരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിം ഈ ലോകത്തിൽ വേറെ ഒരാളും പ്ലേ ചെയ്യുന്നില്ല. അവരുടെ ടൈം ലൈൻ ഡിഫറെന്റ് ആണ്, അവരുടെ ഉള്ളിലുള്ള പേടി ഡിഫറെന്റ് ആണ്, അവരുടെ ഗോൾസ് ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ നമ്മളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക. മറ്റൊരാൾ ചെയ്യുന്ന കാര്യം അതേപോലെ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ കണ്ണാടി എടുത്ത് നമ്മൾ വെക്കുന്നത് പോലെയാണ്. എല്ലാം ബ്ലറായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഇനി ലെസൺ നമ്പർ 2, ലക്ക് ആൻഡ് റിസ്ക് ആർ സിബ്ലിങ്സ്. അതായത് ലക്കും റിസ്ക്കും കൂടപ്പിറപ്പുകളാണ്. നമുക്കൊക്കെ ചിന്തിക്കാൻ ഇഷ്ടം സക്സസ് എന്ന് പറയുന്നത് സ്കിൽ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടുന്നതാണ് എന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്റെ പല വീഡിയോസിലും മുമ്പ് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ മോർഗൻ ഹൗസൽ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1960കളിൽ തന്നെ ലോകത്തിൽ തന്നെ വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമായിരുന്നു കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നത്. നമ്മുടെ ബിൽ ഗേറ്റ് അങ്ങനെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏർലി സ്റ്റേജിൽ തന്നെ കിട്ടിയ ഒരാളാണ് ബിൽ ഗേറ്റ്സ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നുന്ന ചോദ്യം, ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ഒപ്പം അത് കിട്ടിയല്ലോ, അവരാരും ബിൽ ഗേറ്റ്സ് ആയില്ലല്ലോ എന്നായിരിക്കാം. കെന്റ് വാൻസ് പറയുന്ന മറ്റൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി ബിൽ ഗേറ്റ്സിനേക്കാളും മിടുക്കനായിട്ടുള്ള കുട്ടിയായിരുന്നു. ആ സ്കൂളിൽ പഠിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബേസ്ഡ് ആയിട്ട് ഒരുപാട് കഴിവുകൾ കാണിച്ച ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടി ഒരു സ്കീയിങ് ആക്സിഡന്റിൽ നേരത്തെ തന്നെ മരണപ്പെടുകയുണ്ടായി. ഈ കംപ്ലീറ്റ് ഇൻസിഡൻസ് മോർഗൻ ഹൗസൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ എത്രത്തോളം സ്കില്ലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ പോലും, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, നമ്മൾക്ക് ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ്, ഞാൻ നെറ്റ്ഫ്ലിക്സിൽ റിട്ടേൺ ടു സ്പേസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ സ്പേസ് എക്സിന്റെ ഒരു മാൻഡ് മിഷൻ കുറേ നാളായിട്ട് ഡിലേ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലോഞ്ചിന്റെ ദിവസം ഇലോൺ മസ്ക് അവരുടെ ഓഫീസിലോട്ട് വന്നപ്പോൾ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു മോണ്ടി കാർലോയുടെ ഒരു ടോക്കൺ എന്തോ അദ്ദേഹം പോക്കറ്റ് വെച്ചിട്ടാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് ആരോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത് ഇട്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇനി 100% നമ്മൾ ബാക്കി കാര്യങ്ങൾ ലക്കിനാണ് വിട്ടുകൊടുക്കുന്നത് എന്ന്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ലോകത്തിലെ തന്നെ ഏറ്റവും ലോജിക്കലായിട്ടും ഡേറ്റ ഡ്രിവൺ ആയിട്ടും ജീവിക്കുന്ന ആളുകൾ പോലും അവരുടെ
ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് അതിന്റെ ചെറിയൊരു പോർഷൻ ലക്കിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്നാണ്. ഇത് ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു ട്രൂത്ത് അല്ല, ഇതൊരു വളരെ അൺകംഫർട്ടബിൾ ആയിട്ടൊരു ട്രൂത്ത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ സ്കിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആകും എന്നാണ്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അൺഫോർച്ചുനേറ്റ് ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അത്യാവശ്യമാണ് എന്നാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ മോർഗൻ ഹൗസിൽ പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വിജയിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹംബിൾ ആയിട്ട് നിങ്ങൾ പറയേണ്ട കാര്യം, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ അതിനോടൊപ്പം ലക്കിയുമായി. ഇനി വേറൊരാള് ഫെയിൽ ആവുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഫേവർ ചെയ്തില്ലെങ്കിൽ ഈസിലി ആ തോക്കുന്ന ആള് നമ്മളായി മാറാൻ അധികം താമസമൊന്നുമില്ല. ഇനി ലെസൺ നമ്പർ 3, നോ വാട്ട് ഇനഫ് മീൻസ്. ഇവിടെ സംസാരിക്കുന്നത് ഒരു ട്രാപ്പിനെ പറ്റിയാണ്. എനിക്ക് ഇത്ര മതി, ആ ഒരു മെന്റാലിറ്റി ഒട്ടും അംബീഷ്യസ് അല്ല. ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ കിട്ടുന്ന കയ്യടികൾ കുറവുമായിരിക്കും, അല്ലെ? നിങ്ങൾക്കും തോന്നുന്നില്ലേ? പക്ഷേ ഇനഫ് എന്താണ് എന്ന്, അതായത് നമ്മുടെ ഇനഫ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫിനാൻസിന്റെ വേൾഡിലും ബാങ്കിന്റെ വേൾഡിലും ഒക്കെ നമ്മൾ ഒരുപാട് ആളുകൾ കംപ്ലീറ്റ്ലി ബ്രോക്ക് ആയി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ബ്രോക്ക് ആയി പോകുന്ന ആളുകളൊന്നും അവരൊന്നും കഴിവില്ലാത്ത ആളുകളോ ഒന്നുമല്ല. അവര് റിയലൈസ് ചെയ്യാതെ പോകുന്നത് എവിടെ നിർത്തണം എന്നുള്ളതാണ്. അവർക്ക് എന്താണ് ഇനഫ് എന്ന് മനസ്സിലാക്കാതെ അവർ വീണ്ടും വീണ്ടും ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും, കൂടുതൽ ഗ്രീഡി ആകും. അതിനുശേഷം ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്ത് അവർ കംപ്ലീറ്റ്ലി ബ്രോക്ക് ആയി മാറുകയും ചെയ്യും. ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഒത്തിരി ആളുകളുടെ പേര് വന്നിട്ടുണ്ടായിരിക്കും. ഇവർക്കെല്ലാവർക്കും പറ്റിയത് അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇനഫ് എന്താണ് എന്ന് റിയലൈസ് ചെയ്യുന്നത് മിസ്സാക്കി കളഞ്ഞത് മാത്രമാണ്. അപ്പൊ നമ്മളുടെ ഇനഫ് എന്താണ് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും റിച്ച് ആവാൻ പോണില്ല. കാരണം എപ്പോഴും നമ്മളെക്കാളും റിച്ച് ആയിട്ടുള്ള ഒരാൾ വേറെ കാണും. അതല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒരിക്കലും തികയുന്നതായിട്ട് തോന്നില്ല. നമ്മൾ വീണ്ടും ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇനഫ് എന്താണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, മുന്നോട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 0 കൂടെ കൂടുന്നതിനേക്കാളും ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ മനസ്സമാധാനത്തിന് കൊടുക്കണം എന്നാണ്. അതിനോടൊപ്പം നമ്മുടേതായിട്ടുള്ള ടേംസിൽ നമുക്ക് ജീവിക്കാനുള്ള ഫ്രീഡവും, മറ്റുള്ള ഏതൊരാള് നമുക്കൊരു വാലിഡേഷനോ അതല്ലെങ്കിൽ അവര് നമ്മളെന്തോ വലിയ സംഭവമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമോ വരുന്നില്ല. ഇനി ലെസൺ നമ്പർ 4, റിയൽ വെൽത്ത് ഈസ് ക്വൈറ്റ്. അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ വെൽത്ത് അല്ലെങ്കിൽ റിച്ച്നെസ് എന്ന് പറയുന്നത്? നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന എന്തോ ഒരു സംഭവമാണ് എന്ന്. കാർ ആയിരിക്കാം, വാച്ച് ആയിരിക്കാം, ഹോളിഡേ ആയിരിക്കാം, വെക്കേഷൻ ആയിരിക്കാം, എന്തോ ആയിരിക്കാം. അങ്ങനെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ സാധിക്കുന്ന എന്തോ ഒന്ന്, അതാണ് വെൽത്ത് അല്ലെങ്കിൽ റിച്ച്നെസ് എന്ന് നമ്മുടെ ഉള്ളിലൊക്കെ ആ ഒരു തോന്നൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ടു തന്നിട്ടുണ്ട്. പക്ഷെ ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോയും നമുക്ക് പറഞ്ഞു തരുന്ന ഒരേ ഒരു കാര്യമാണ്, എത്ര രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലീവ് ചെയ്ത് പോയത് എന്ന്. അതല്ലാതെ എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ട് എന്ന് ആ ഫോട്ടോഗ്രാഫ്സിന് പറഞ്ഞു തരാൻ സാധിക്കില്ല. റിയൽ വെൽത്ത് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആർക്കും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ സേവിങ്സ്, അതല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോട് നമ്മൾ പറയുന്ന നോ, അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാലോ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം റോങ് ആയിട്ട് പോയാലും നമ്മൾ വളരെ സമാധാനമായിട്ട് നമ്മൾ ഫൈനായിട്ട് ഇരിക്കും എന്നുള്ള പീസ് ഓഫ് മൈൻഡോടുകൂടി ഉറങ്ങാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ശരിക്കുള്ള റിച്ച്നെസ്. എന്നിട്ട് ഇദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാവുന്ന റിച്ച് ആയിട്ടുള്ള ആളുകളൊന്നും അവരെ ഒന്നും കണ്ടാൽ റിച്ച് ആയി തോന്നില്ല എന്ന്. കാരണം ശരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന കോൺഫിഡൻസിന് മറ്റൊരാളുടെ അറ്റൻഷന്റെ ആവശ്യമേ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ഫ്ലെക്സ് എന്ന് പറയുന്നത് സമാധാനമാണ്. ഇനി ലെസൺ നമ്പർ 5, മേക്കിംഗ് മണി വേഴ്സസ് കീപ്പിംഗ് ഇറ്റ്. പണം ഉണ്ടാക്കുന്നതും പണം പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതും രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽസ് ആണ്. പണം ഉണ്ടാക്കാൻ നമുക്ക് കൂടുതൽ ഒപ്റ്റിമിസം ആണ് വേണ്ടത്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം വർക്ക്ഔട്ട് ആകും എന്നുള്ള ഒപ്റ്റിമിസം, അതല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്. പക്ഷേ പണത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒപ്റ്റിമിസം അല്ല, ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ആണ്. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ശരിയായി വരണമെന്നില്ല എന്നുള്ള ശരിയായിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. പക്ഷെ പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾക്കും മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ അറിയാം, പക്ഷെ മേളിൽ ചെന്ന് അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ അറിയില്ല എന്നാണ്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആ എക്സൈറ്റിംഗ് ജേർണി അവർ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ പിന്നെ പണം പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ബോറിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഉണ്ടാക്കിയ പണം വീണ്ടും അവർ കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് കൂടുതൽ റിസ്ക് എടുത്ത് കയ്യിലുണ്ടായിരുന്നത് കൂടെ അവർ നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഗോൾ എന്ന് പറയുന്നത് ക്രേസി റിട്ടേൺസ് ഉണ്ടാക്കുക എന്നതല്ല, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് അത് ചെറുതാണെങ്കിൽ പോലും അതെല്ലാം നഷ്ടപ്പെടാതിരിക്കുക എന്നതും കൂടെ ആയിരിക്കണം നമ്മുടെ ഗോൾ. കാരണം ലോങ് റണ്ണിൽ സർവൈവൽ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ബ്രില്യൻസ് ആയിരിക്കില്ല മുമ്പിരിക്കുന്നത്.
ഇനി ലെസൺ നമ്പർ 6, ദ റിയൽ ഗോൾ ഈസ് ഫ്രീഡം. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വേണ്ടത് കൂടുതൽ പണമല്ല, നമുക്ക് വേണ്ടത് കൂടുതൽ കൺട്രോൾ ആണ്. നമ്മുടെ സമയത്തിന് മുകളിലുള്ള നമ്മുടെ കൺട്രോൾ, നമ്മുടെ ചോയ്സസിന് മുകളിലുള്ള നമ്മുടെ കൺട്രോൾ, പിന്നെ നമ്മൾ ആരുടെ കൂടെയൊക്കെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലുള്ള നമ്മുടെ കൺട്രോൾ. ഈ 3 കാര്യത്തിലുള്ള കൺട്രോൾ ആണ് ശരിക്കും നമുക്ക് വേണ്ടത്. നമ്മൾ ശരിക്കും ചേസ് ചെയ്യുന്നത് പണത്തിനെ അല്ല, നമ്മൾ ശരിക്കും ചേസ് ചെയ്യുന്നത് പവറിനെയോ കൺട്രോളിനെയോ ആണ് എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരുപാട് പൊളിറ്റീഷ്യൻസ് അവർ അടുത്ത ഇലക്ഷന് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പണം സ്പെൻഡ് ചെയ്യും. കാരണം അവർക്ക് ആ ഇൻഫ്ലുവൻഷ്യലും ആ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. മേ ബി ആ ഒരു പൊസിഷനും പവറും വെച്ച് അവർ കൂടുതൽ പണം ഉണ്ടാക്കിയേക്കാം. പക്ഷേ ആ ഒരു ഹോൾ പ്രോസസ്സിന് വേണ്ടി അവരുടെ കയ്യിലിരിക്കുന്ന ലക്ഷങ്ങളും കോടികളും മുടക്കാനായിട്ട് അവർക്കുണ്ടാവുന്ന ആ ഒരു പുഷ് എന്ന് പറയുന്നത് അവർക്ക് ആ കൺട്രോളിനോ അല്ലെങ്കിൽ ആ ഒരു പവറിനോ മുകളിലുള്ള ആ ഒരു ഒബ്സഷനാണ്. അവിടെ അവർ കൂടുതൽ വാല്യൂ ചെയ്യുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന പണത്തിനല്ല, പക്ഷെ ആ ഷിപ്പ് മുഴുവൻ അവർക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കണം എന്നുള്ള അവരുടെ അത്യാഗ്രഹമാണ്. നമുക്കും ഇതേപോലെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണോ നമ്മളുടെ കമ്പനിയിലെ ബോസ് ആണോ? നമ്മുടെ കാര്യം ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാവുന്ന സമയത്താണ് നമ്മൾ ശരിക്കും വെൽതി ആവുന്നത്. ജോലിക്ക് പോകുന്നത് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. നമ്മളെല്ലാവരും നമ്മുടെ സമയം പണത്തിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ട്. ഇപ്പോഴത്തെ ലോകത്തിൽ നമുക്ക് അങ്ങനെ അല്ലാതെ ജീവിക്കാൻ വേറെ മാർഗമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം നമ്മുടെ സമയമാണ് ഏറ്റവും വില കൂടിയ സംഭവം എന്നും ആ സമയം കൊടുത്തിട്ടാണ് ഈ പണം വാങ്ങിക്കുന്നത് എന്നും അത് എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ നമ്മൾ വെക്കണം എന്ന് മാത്രം. നമ്മൾ സ്മാർട്ടായിട്ട് ഇന്ന് 1 രൂപ ഇൻവെസ്റ്റോ സേവോ ചെയ്താൽ പോലും മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന മുന്നോട്ട് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ മേടിക്കുന്ന ഫ്രീഡമാണ് എന്ന് കൂടെ തിരിച്ചറിയാം. അങ്ങനെ നമ്മൾ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റും സേവും ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് നമ്മുടെ സമയം പണത്തിന് വേണ്ടി ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ടും വരും. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജോലി ക്വിറ്റ് ചെയ്ത് വീട്ടിലിരിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതല്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ജോലി ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു നിമിഷവും ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുക എന്നത് മാത്രമാണ്. ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരാൾക്കും ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലെക്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു റിയൽ ഫ്രീഡം നമ്മളൊക്കെ അനുഭവിച്ച് തുടങ്ങുന്ന സമയത്ത് അത് പണത്തിന് വേണ്ടിയിട്ടോ സമയത്തിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ട്രേഡ് ചെയ്യാനും പോകുന്നില്ല. ഐ ഹോപ്പ് ഈ പോയിന്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന്. അപ്പോൾ ഫൈനൽ തോട്ട്സ് എനിക്ക് പറയാനുള്ളത്, ഈ പണം ശരിക്കും കാണിച്ചു തരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അല്ല, അത് കാണിച്ചു തരുന്നത് ശരിക്കും നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പണം എപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അതല്ല, നമ്മൾ ഒരുപാട് പേടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ എപ്പോഴും വേഴ്സ് ആയിട്ട് മാറാനാണ് ചാൻസ്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കൃത്യമായിട്ടൊരു പ്ലാനോടുകൂടിയും ഒരു ക്ലാരിറ്റിയോടുകൂടിയും ആണെങ്കിൽ പണം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. അത് എപ്പോഴും നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിട്ട് തന്നെ നിൽക്കും, ഒരിക്കലും അതൊരു എനിമി ആവാനും പോകുന്നില്ല. അപ്പൊ ശരിക്കുള്ള വെൽത്ത് എന്ന് പറയുന്നത് ഷോയിങ് ഓഫ് അല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എനിക്ക് ആരുടെ മുമ്പിലും ഒന്നും പ്രൂവ് ചെയ്യാനില്ല എന്ന് നമ്മൾ പറയുന്നത് തന്നെയാണ് ശരിക്കുള്ളത്. എപ്പോഴെങ്കിലും ഒക്കെ ഒരു ബ്രേക്ക് എടുക്കണം, ബേൺ ഔട്ട് ചെയ്ത് മടുത്തു എന്നുള്ളൊരു സ്റ്റേറ്റ് കുറച്ച് ബ്രേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ശരിയായിട്ടുള്ള വെൽത്ത്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഡീൽ, അത് നമ്മുടെ കമ്പനിയിലായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ, അതിൽ നിന്ന് നോ പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കുന്നതാണ് ശരിക്കുള്ളത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നതിനും അപ്പുറം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈം അവൈലബിൾ ആവുന്നതാണ് ശരിക്കുള്ള വെൽത്ത്. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ പണത്തെ പറ്റിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ചിന്താഗതിക്കെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിച്ചുവെങ്കിൽ, ഇതേപോലെ മറ്റുള്ള ഒരാൾക്കും ഈ പണത്തെ പറ്റിയുള്ള ചിന്താഗതിയിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം, ശരിക്കുള്ള വെൽത്ത് എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാകുക എന്നുള്ളതല്ല, നമുക്ക് എന്താണ് വേണ്ടത് അത് മാത്രം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.